ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായത്രി ആൻഡ് അരവിന്ദ് ഹിയർ. ഇന്ന് നമ്മൾ മെൽബൺ സിറ്റി വരെ ഒന്ന് പോവാണ് കേട്ടോ. മെൽബണിലെ ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷനും ചരിത്ര പ്രാധാന്യമുള്ള യാര റിവറും മറ്റൊരുപാട് വിശേഷങ്ങൾ അടങ്ങിയ ഒരു സിറ്റി യാത്രയാണിത്. സോ ജോയിൻ us on our മെൽബൺ സിറ്റി ടൂർ. ഇന്ന് നമ്മൾ കാർ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മെയിൻലി ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് കൂടി കാണാം. ഇങ്ങോട്ട് വരുന്ന ഏതൊരാൾക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടി അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. സിറ്റിയിലേക്ക് പോകാൻ നമുക്ക് ആദ്യം ഇവിടുന്ന് ബസ്സിന് പോയിട്ട് ബാക്കി മെട്രോയിൽ പോകണം. ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 11:40 ആയി. 47-ന് നെക്സ്റ്റ് ബസ് വരും. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് എവിടെ പോകണമെങ്കിലും ഭയങ്കര കൺവീനിയൻ്റ് ആക്കുന്നൊരു കാര്യമാണ് ഇവിടുത്തെ PTV ആപ്പ്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനും പോകേണ്ട ഡെസ്റ്റിനേഷനും കൊടുത്ത ബസ്, മെട്രോ, ട്രാം, ട്രെയിൻ ഏതിലും പോകേണ്ട ഡീറ്റെയിൽസ് അത് മാപ്പ് വരച്ച് കാണിച്ചു തരും. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഇറങ്ങിയതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അല്ല, നിങ്ങൾക്ക് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാനാണ് ഇറങ്ങുന്ന ടൈമോ എത്തേണ്ട ടൈമോ കൊടുത്താൽ അതിനനുസരിച്ചും ഡീറ്റെയിൽസ് കിട്ടും. നമുക്കിപ്പോൾ ഫ്ലിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. എല്ലാ അവൈലബിൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഇവിടെ കാണാം. നിങ്ങൾക്ക് ട്രാമോ ട്രെയിനോ ഏതെങ്കിലും താല്പര്യമില്ലെങ്കിൽ അത് ഡീസെലക്ട് ചെയ്താൽ അത് എക്സ്ക്ലൂഡ് ചെയ്തുള്ള പ്ലാനും കിട്ടും കേട്ടോ. എന്നിട്ട് വേണ്ട റൂട്ട് മാപ്പ് സെലക്ട് ചെയ്താൽ എത്ര ദൂരം നടക്കണം, എവിടുന്ന് മെട്രോ കയറണം എല്ലാം കാണാം. കൂടെ സ്റ്റാർട്ട് കൂടെ കൊടുത്താൽ ഓരോ സ്റ്റോപ്പ് കഴിയുന്നത് നമുക്ക് കാണാം. ഇതിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും യാതൊരു ടെൻഷനും ഇല്ലാതെ പോകാം. അതുപോലെ ഇവിടെ ടിക്കറ്റ് അല്ല, വി നീഡ് ദിസ് കാർഡ്. 7-Eleven-ലും എല്ലാ സ്റ്റേഷൻസിലും ഇതെടുക്കാനുള്ള മെഷീനുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു അമ്മൂമ്മ സൈക്കിളിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒച്ചയിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ആ പ്രായമൊക്കെ എത്തുമ്പോൾ അത്രയും ആരോഗ്യവും സന്തോഷമൊക്കെ നമുക്കും ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ. സോ കയറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മൈക്കി കാർഡ് സ്കാൻ ചെയ്ത് കയറാം. വീട്ടിൽ ആയതുകൊണ്ട് ബസ്സിൽ ആളേ ഇല്ല. ഇവിടെ ബസ്സിൽ നമ്മൾ കയറി സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ബസ് വിടുള്ളൂ. ഡ്രൈവർക്ക് അവിടുന്ന് കാണാം. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി പ്രായമായവർക്കും കുട്ടികളെയും കൊണ്ടുവരുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ കുട്ടികളെ കൊണ്ടുവരുന്ന സ്ട്രോളറോ അല്ലാതെ വീൽ ചെയറിലുള്ളവർക്കൊക്കെ വേണ്ടി ബസ് ഫുട്പാത്തിലേക്ക് സ്ലാൻഡ് ചെയ്ത് നിർത്തിക്കൊടുക്കും. അവിടെ ഒരു റാമ്പുണ്ട്, അതിലൂടെ ഈസി ആയിട്ട് കയറാം. അതിനിപ്പോൾ കയറാൻ കുറച്ച് സമയം എടുത്താലും യാതൊരു മുഷിച്ചിലും ഇല്ലാതെ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇറ്റ് ഫീൽസ് സോ നൈസ് ടു സീ എ സിസ്റ്റം ദാറ്റ്സ് കൈൻഡ് ടു എവറി വൺ. ഇനി നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോൾ ഇതുപോലെ റെഡ് ബട്ടൺ എല്ലാ സീറ്റിൻ്റെ അടുത്തുമുണ്ട്. സ്റ്റോപ്പ് എത്തുന്ന മുന്നേ അത് പ്രസ് ചെയ്യണം. ബസ്സിലും മെട്രോയിലൊക്കെ ലൈവായിട്ട് ഏത് സ്റ്റോപ്പ് എത്തി, അടുത്തത് ഏതാ എന്നൊക്കെ ഓഡിയോ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ PTV ആപ്പിലും വി ക്യാൻ ട്രാക്ക് അവർ സെൽസ്. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൈക്കി കാർഡ് ടാപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് ബാക്കി മെട്രോയിൽ വേണം പോകാൻ. നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ആൻറ്റി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ആ ബാഗ് കണ്ടോ? ഇവിടെ എല്ലാവരും തന്നെ ഇങ്ങനത്തെ ബാഗ്സാണ് യൂസ് ചെയ്യുന്നത്. ഗ്രോസറി ഷോപ്പിങ്ങിനായാലും അല്ലാതെ എന്തെങ്കിലും കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടയറുള്ള ബാഗ് എടുക്കുക. അപ്പോൾ വെയിറ്റ് തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ. ഇത് കാണുമ്പോൾ പണ്ട് എന്നെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അരിയും പച്ചക്കറിയും സകല സാധനങ്ങളും കൂടി അമ്മ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഓർമ്മ വരിക. വീട്ടിലെത്തുമ്പോഴേക്ക് കൈയൊക്കെ ചുമന്ന് വരും. ഇതാണ് പ്ലാറ്റ്ഫോം ക്രോസിംഗ്. പാലമൊന്നും കയറി ഇറങ്ങണ്ട. ട്രെയിൻ വരുന്ന മുന്നേ ആ ഗേറ്റ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. സോ തുറന്നു കിടക്കുമ്പോൾ ഒന്നും നോക്കാണ്ട് നമുക്കങ്ങ് ക്രോസ് ചെയ്യാം. പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന മുന്നേ നമുക്ക് നേരത്തെ ബസ്സിൽ ചെയ്ത പോലെ മൈക്കി കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യാം. അടുത്തതായി വരാൻ പോകുന്ന ട്രെയിനും അത് നിർത്തുന്ന സ്റ്റേഷൻസൊക്കെ ഇവിടെ കാണാം കേട്ടോ. അങ്ങനെ നമുക്ക് പോകേണ്ട വണ്ടി എത്തി. ഇതിലും ഈ സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. കണ്ടോ, സീറ്റെല്ലാം ഫ്രീയാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കുറച്ച് ഫോട്ടോസ് ഇട്ട സമയത്ത് അതിലെല്ലാവരും ശ്രദ്ധിച്ചൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രെയിം. ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകുമ്പോൾ കുറേ ദൂരം ഒരു സൈഡ് ബീച്ചായിട്ട് നല്ല രസമാണ് കാണാൻ. നമുക്ക് ഏകദേശം 1-1.5 മണിക്കൂർ ഉണ്ടെങ്കിലും സമയം പോകുന്നേ അറിയില്ല. പെട്ടെന്ന് എത്തിയ പോലെ തോന്നും.
കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനത്തെ വ്യൂവും കണ്ട് പോകുന്ന തന്നെ ഒരു രസമല്ലേ? നമ്മളിപ്പോൾ കുറച്ച് ദൂരെയുള്ള സ്റ്റോപ്പിൽ നിന്ന് കയറിയോണ്ടാട്ടോ ഇതിലിങ്ങനെ ആളില്ലാത്ത. സിറ്റി എത്താറാകുമ്പോഴേക്ക് കുറച്ച് തിരക്കൊക്കെ ആവും. സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സ്റ്റേഷനിൽ കാറ് പാർക്ക് ചെയ്ത് മെട്രോയിലാണ് പോവുക. ഇത് കണ്ട ടണലിലൂടെ പോകുന്ന പോലെയില്ലേ? മിക്കയിടത്തും പ്ലാറ്റ്ഫോംസ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെയാണ്. ഇപ്പോൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം കൂടെ കാണാം. ഇവിടുത്തെ മെട്രോ ലെയിൻ നെറ്റ്വർക്ക്. എല്ലാ ഭാഗത്തു നിന്നുള്ള മെട്രോ സിറ്റി ലൂപ്പിലേക്കാണ് വരിക. അവിടെ 5 സ്റ്റോപ്സാണ്. സോ ഒരു ലൈനിലുള്ള സ്ഥലത്തുനിന്ന് വേറെ ലൈനിലേക്ക് പോകണമെങ്കിൽ സിറ്റി ലൂപ്പിൽ നിന്ന് മാറിക്കയറണം. നമ്മളിപ്പോൾ ഗ്രീൻ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ട ഫ്ലിൻഡർ സ്ട്രീറ്റ് സിറ്റി ലൂപ്പിലുള്ള ഒരു സ്റ്റേഷനാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പണ്ട് സ്റ്റേ ചെയ്ത സ്ഥലം ക്രോസ് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ അരവി നിന്നിരുന്ന വീട് ഇവിടെയായിട്ടാണ്. അന്ന് ഞങ്ങൾ കാറ് വാങ്ങിയിട്ടില്ല. സോ അരവി വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആപ്പിൽ നോക്കി ഞാൻ ഈ സ്റ്റേഷനിൽ വന്ന് നിൽക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മോളാണ്. അവിടുത്തെ കോൾസിന്നായിരുന്നു അന്ന് ഞങ്ങൾ സാധനം വാങ്ങാറ്. സോ രണ്ടുപേരുടെ സാധനമൊക്കെ വാങ്ങി ഇതെല്ലാം കൊണ്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. നമുക്കൊരു കാറൊക്കെ വാങ്ങണ്ടേ എന്നുള്ള ഡിസ്കഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളൊരു പേർച്ചേസ് കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ ആയിരിക്കും. അല്ലെങ്കിലും നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം പാസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫീലല്ലേ? പ്രത്യേകിച്ച് ഇത് പുതിയൊരു സ്ഥലമാകുമ്പോൾ. ആ തുടക്കത്തിലൊരു ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ നല്ല മെമ്മറീസ് ആയിട്ട് മനസ്സിലേക്ക് വരും. 3-4 മാസമേ ഞാനവിടെ നിന്നിട്ടുള്ളെങ്കിലും കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. ഈ മതിലൊക്കെ കാണുന്ന പെയിൻറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? മെൽബണിനെ ഓസ്ട്രേലിയയുടെ തന്നെ സ്ട്രീറ്റ് ആർട്ട് ക്യാപിറ്റൽ എന്ന് ചിലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ആർട്ട് സർട്ടൻ സ്പേസസിൽ ലീഗലാണ്. സിറ്റി കൗൺസിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലയിടത്തും സ്ട്രീറ്റ് ആർട്ട് ഒരു കുറ്റമായിട്ട് കാണുമ്പോൾ ഇവരുടെ രീതി യുണീക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീറ്റിൽ നമ്മളിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ കാണാൻ ഭയങ്കര കളർഫുള്ളാണെന്നാണ് കേട്ടിട്ടുള്ളത്. സിറ്റി എത്താറായപ്പോഴേക്ക് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണാം. ഈ ഫ്ലിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷൻ ഇരിക്കുന്ന യാരാ റിവറിൻ്റെ കരയിലാട്ടോ. നല്ല തണുത്ത കാറ്റ് ഇവിടെ എപ്പോഴും. എനിക്കാണെ എവിടെ പോവുകയാണേലും ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ഹിസ്റ്ററി കൾച്ചറൊക്കെ കുറിച്ച് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓസ്ട്രേലിയക്ക് വരുന്ന മുന്നേ ഞാൻ വായിച്ചിട്ടുള്ള പല ആർട്ടിക്കിൾസിലും റിപ്പീറ്റഡ് ആയിട്ട് മെൻഷൻ ചെയ്ത് കേട്ട പേരുകളാണ് യാരാ റിവറും ഫ്ലിൻഡർ സ്ട്രീറ്റൊക്കെ. ഈ സ്റ്റേഷൻ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഓസ്ട്രേലിയയിൽ വരുന്ന പലരും ഇവിടുത്തെ സോനിയേഴ്സായിട്ട് കൊണ്ടുപോകുന്ന ഫോട്ടോസ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സിലൊക്കെ ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ അപ്പർ ഫ്ലോർസ് ഒറിജിനലി പണിതത് ഒരു വലിയ ലൈബ്രറിയും ജിമ്മും ലെക്ചർ ഹാളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ്. പിന്നീട് കുറച്ച് വർഷം ബോൾ റൂമായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഫുഡും ഡ്രിങ്ക്സൊക്കെയാണ്. ടോപ്പ് ഫ്ലോർസ് ഇപ്പോൾ ഫങ്ഷനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ വന്നിറങ്ങിയ പ്ലാറ്റ്ഫോം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണുള്ളത്? എനിക്ക് ജോർജ് ആരാന്നറിയോ? ജോർജ് ആരാന്നറിയില്ല? ഇവിടെ ഫ്ലിൻഡർ സ്ട്രീറ്റിൽ പറയുന്ന വേറൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 10 ആൾക്കാർ ഇങ്ങനെ ഒരു ഫിഷ് ഗിയറും പിടിച്ചുകൊണ്ട് ഒരു പുള്ളിയെ കാണാറുണ്ടെന്ന് പറയും. പക്ഷേ 1902 തൊട്ട് ആ സെയിം ആളെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ രാത്രി ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ റെയിൽവേ വർക്കേഴ്സ് അങ്ങേർക്കിട്ട പേരാണ് ജോർജ്. പ്രേതമാണ്. ആക്ച്വലി ശരിക്കും ഒരു ഏർണസ്റ്റ് എന്നെന്തോ പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയായിരുന്നു പണ്ടത്തെ. അങ്ങേര് ഇവിടെ ഈ യാരാ റിവറിൽ എന്തോ ഫിഷ് ചെയ്യാൻ വന്ന സമയത്ത് മുങ്ങി മരിച്ചതാണ്. ഈ റിവർ മുങ്ങി മരിച്ച ഒരാളാണ്. അപ്പോൾ ആ പുള്ളിയെ ഇപ്പോഴും ഇവിടെയൊക്കെ കാണുന്നുണ്ടെന്നാ പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ചില ആൾക്കാർ പറയുന്നത് ഇപ്പോഴും കാണാറുണ്ട്. ഫിഷ് ഗിയർ പിടിച്ചുകൊണ്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ ഒരു പുള്ളി ഇതിൽ കൂടെ നടക്കുന്നതായിട്ട് വലിയ പറയാം. രാത്രി വന്ന് നോക്കി ചിലപ്പോൾ കാണുമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ, പക്ഷെ തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്. സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തുനിന്ന് യാരാ റിവറിലേക്ക് നേരെ ഇറങ്ങാനുള്ള ഒരു എക്സിറ്റ് ഉണ്ട്. സോ കാർഡ് സ്വൈപ്പ് ചെയ്ത് മെൽബണിൻ്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന യാരാ റിവറിലേക്ക് പോവാം. മെൽബൺ സിറ്റിയുടെ മെയിൻ അട്രാക്ഷനായ ഈ റിവറിനെ മെൽബണിൻ്റെ ഹാർട്ട്, ലൈഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്.
ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഇവിടുത്തെ ഏകദേശം 70% ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് യാര റേഞ്ചസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ നദിയിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലായാലും ടൂറിസം ആയാലും അതിലൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഈ നദിക്കുണ്ട്. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ എത്ര ആൾക്കാരാണ് ഇവിടെ ബോട്ടിംഗ്, ഫിഷിംഗ്, ബേർഡ് വാച്ചിങ്, പിക്നിക് അല്ല വെറുതെ ജോഗിങ്ങിനും സൈക്ലിങ്ങിനും വരുന്നവരും കുറച്ചൊന്നുമല്ല. ഒരുപാട് കമ്പനീസിൻ്റെ ഇവിടുത്തെ ഓഫീസേഴ്സ് ഈ നദിയുടെ കരയിൽ തന്നെയാണ്. കൂടാതെ ഇവിടെ വരുന്ന ടൂറിസ്റ്റിനായിട്ട് കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഇവിടെ കാണാം. ഇവിടുത്തെ പരമ്പരാഗത ജനത അവരുടെ ഭാഷയിൽ ഈ നദിയെ ബിരാറുങ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ റിവർ ഓഫ് മിസ്റ്റ് ആൻഡ് ഷാഡോസ്. ആ പേരിൻ്റെ ഭംഗി പോലെ തന്നെ ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നദിക്കരയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. എന്നാൽ എന്തോ ഒരു മിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്ന പോലത്തെ ഒരു ഫീലും. ഈ കാണുന്ന പ്രിൻസസ് ബ്രിഡ്ജ് മെൽബണിലെ ഏറ്റവും പ്രധാനപ്പെട്ട 19th സെഞ്ച്വറിയിലെ പാലങ്ങളിലൊന്നാണ്. 1845 ആദ്യം ഇവിടെ ഒരു തടിപ്പാലം വന്നു. പിന്നീട് കൽപ്പാലം നിർമ്മിച്ചു. ഇന്ന് ഈ കാണുന്ന പാലം 1888 ഒക്ടോബർ 4 തുറന്നത്. നഗരത്തിലേക്കുള്ള ഒരു പ്രധാന കവാടമായി ഇത് മാറി. പ്രിൻസസ് ബ്രിഡ്ജ് മെൽബണിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇവിടുത്തെ യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് തന്നെ ഈ പുഴയെ കണ്ടുകൊണ്ട് ഇതിൻ്റെ കരയിലായിരുന്നു തുടങ്ങിയിരുന്നത്. പോകെ പോകെ ഇരുകരകളിലും കടകളും കച്ചവടങ്ങളും തുടങ്ങി. കേൾക്കാനും അറിയാനും ആണെങ്കിൽ ഒരുപാട് ചരിത്രപ്രസിദ്ധമായ കഥയുണ്ട് ഈ പുഴയ്ക്കും ഇതിൻ്റെ തീരത്തിനും പറയാൻ. വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് നീണ്ടുപോകുന്നു എന്ന് തോന്നിയോണ്ട് തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഈ യാത്രയിലെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.